ഹല്ലേലൂയ. സന്തോഷമുള്ള കരങ്ങളടിച്ചൊരു ഹാലേ പറഞ്ഞു. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ സന്തോഷമുള്ളവർ, ഇന്ന് ഈ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നവർ കരങ്ങളെ അടിച്ച് നമ്മുടെ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ഉച്ച സമയം വിശുദ്ധ സഭാരാധനയ്ക്ക് ശേഷം അനുഗ്രഹീതമായ ഒരു കർത്തൃമേശയ്ക്ക് ശേഷം നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ദേശത്ത് ഒരുമിച്ച് സഭയായി ഈ ഹാളിൽ കടന്നു വന്ന് നമ്മുടെ നല്ല കർത്താവിനെ സ്തുതിപ്പാൻ കിട്ടിയ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എത്രയോ പേർ ഇങ്ങനെയുള്ള സമയങ്ങൾ നശിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, പാടി സ്തുതിക്കുവാൻ, സന്തോഷത്തോടെ കരങ്ങളെ അടിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അപ്പനെ, ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അപ്പനെ അങ്ങയുടെ നാമത്തിൽ ഇന്ന് നടക്കുന്ന മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അങ്ങയുടെ നാമം മാത്രം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഓരോ സന്നിധിയിൽ നിന്നും ഇവിടെ കടന്നു വന്നായിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ആളിന്റെ എണ്ണത്തെ നോക്കിയോ പെരുപ്പത്തെ നോക്കിയോ വരുന്നവനല്ല. അഭിഷേകമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് കടന്നു വരുന്ന അപ്പൻ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കിടയിലിരുന്ന് നിങ്ങളോടൊപ്പം നിങ്ങളെ സങ്കടങ്ങളെ, നിങ്ങളെ വേദനകളെ ഒപ്പി ഞാനുണ്ട്, ഭയപ്പെടേണ്ട, എൻ്റെ കരം പിടിച്ചോ എന്ന് പറയുന്ന അപ്പൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19 വായിക്കും. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കട്ടെ. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. നമുക്ക് അല്പനേരം കണ്ണ് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ തലകളെ വണക്കി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അപ്പ ഞങ്ങളോട് സംസാരിച്ച വചനപ്രകാരം കർത്താവെ അപ്പനെ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ. ഏറ്റവും അധികം ശക്തിയോടെ നിൽക്കുവാൻ തക്കവണ്ണം, കരുത്തുള്ള തലമുറ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം അപ്പനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ കർത്താവെ ചില തലമുറകളെ ഉണർത്തണമേ കർത്താവെ. ഒത്തിരി മാതാപിതാക്കൾ കർത്താവെ തലമുറകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടായിരിക്കുന്ന കർത്താവെ അപ്പനെ അവരെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സങ്കടത്തോടെ ദുഃഖത്തോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ, വചനത്താൽ അവരെ ബലപ്പെടുത്തണമേ കർത്താവെ. രോഗത്തോടെ ഭാരപ്പെട്ടായിരിക്കുന്ന കർത്താവെ അപ്പാ ഇന്ന് ആമേൻ കർത്താവെ ആ രോഗത്തിൽ നിന്നും ആമേൻ കർത്താവെ ഒരു വിടുതലയക്കണമേ കർത്താവെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന കർത്താവെ, പ്രിയജനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19 വാക്യം. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. ഒരുപാട് പേർ നമ്മൾ കേട്ട് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സന്ദർഭവും വാക്യവുമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച്, ഞാനിങ്ങനെ വളരെ ഭാരത്തോടെ ഈ ആഴ്ച എന്ത് പറയും, എന്ത് സംസാരിക്കും, എന്ത് ദൂത് കൊടുക്കുമെന്ന് ആലോചിച്ചായിരിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചൊരു വാക്യമാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, അതിനുള്ള ആത്മീക ധൈര്യം, ആത്മീക അഭിഷേകം ഞാൻ നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. ഇതിനകത്ത് നിന്ന് ചില തലമുറകൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ ദേശത്ത് നിന്ന് ഹല്ലേലൂയ, ഈ ദേശത്തിനകത്ത് ഹല്ലേലൂയ, ഒത്തിരി ദൂരത്തെന്നല്ല, ഈ ദേശത്തിനകത്ത് ഈ ഹാളിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് നിന്ന് ചിലത് എഴുന്നേൽക്കുമെന്നാ പറയുന്നേ. ഇവിടെ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിങ്ങൾ ഇതിനകത്ത് വരുന്നതിന് മുൻപേ കടന്നു വന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു തലമുറ, ഹല്ലേലൂയ, കാത്തിരിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കും. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഓടി വന്ന് കടന്നു വന്ന് വളരെ വെപ്രാളപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ മുൻകൂട്ടി വന്ന് ചെയ്തിടുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ദേശത്ത് നിന്ന് തലമുറകൾ എഴുന്നേൽക്കട്ടെ. പിശാചിന്റെ ബന്ധനങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്ന തലമുറകൾ ഹല്ലേലൂയ വിടുതല വരഞ്ഞ് ഇതിനകത്ത് കടന്നു വരട്ടെ. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ വാക്യം. ഹല്ലേലൂയ. അതെ, യേശു കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ വല ഒഴിഞ്ഞത് നിറയ്ക്കുന്ന അനുഭവം. ഹല്ലേലൂയ. ഒന്ന് വായിക്കട്ടെ.
ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ ഇതിനകത്ത് വചന ധ്യാനത്തിനായി നിൽക്കുന്നത്. ഹല്ലേലൂയ. അവൻ ഗെന്നേസരത്ത് കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ. ഹല്ലേലൂയ. അവൻ ഗെന്നേസരത്ത് തടാകത്തിൽ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അതൊരു കടല, ഗലീല കടലിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. മത്തായി മാർക്കോസും പറയുന്നു അവൻ ഗലീല കടലിൽ. ഹല്ലേലൂയ. ഗലീല കടലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒത്തിരി സുവിശേഷങ്ങൾ, ഒത്തിരി പ്രസംഗങ്ങൾ ദൈവം അതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. പടകിൽ കയറി ഒത്തിരി പേരോട് ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പിശാചിനെ ബാധിച്ചതിനെ, പിശാചിന് വിടുതൽ കിടന്നതും ആ ഗലീല കടൽ തന്നെയാണ്. ഒത്തിരി ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഒത്തിരി പ്രവർത്തികൾക്ക് സാക്ഷ്യം വെച്ച കടല. ആ കടൽക്കരയിലേക്കാ കടന്നു വന്ന യേശുവിനെ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം യേശു എവിടെയുണ്ടോ അവന് പിന്നാലെ ഒരു പുരുഷാരം ഉണ്ടാകും. ഹല്ലേലൂയ. അവന് പിന്നാലെ ആ വചനം കേൾക്കാൻ, ദൂതുകൾ അറിയുവാൻ, അല്ലെങ്കിൽ അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ ഒത്തിരി പേർ അവൻ്റെ പുറകെ ഉണ്ടാകുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കടന്നു വന്നപ്പോൾ 2 പടക് ആ കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഹല്ലേലൂയ. കുറച്ച് മീൻപിടുത്തക്കാർ വല കഴുകിക്കൊണ്ടിരിക്കുക. ആ യേശു കടന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവരെ പടകുകളിൽ ഒന്നിൽ ശീമോനുള്ളതായി അവൻ കാണുന്നു. ഹല്ലേലൂയ. അവൻ പറയുന്നു ആ പടക്, ഹല്ലേലൂയ, കരയിൽ നിന്ന് അല്പം കടലിലേക്ക് നീക്കുവാൻ. ഹല്ലേലൂയ. കരയിൽ നിന്ന് അല്പം കടലിലേക്ക് നീക്കുവാൻ, അതിനകത്ത് യേശുവിന് കയറണം. ആ പടകിൽ യേശു കയറി നിന്ന്, ഹല്ലേലൂയ, സുവിശേഷം പറയുക, അവിടെ നിൽക്കുന്ന ആൾക്കാരോട് വചനം പറയുക. ഹല്ലേലൂയ. അവൻ ഉപദേശിച്ചു പോർന്നു എന്ന് വചനം വ്യക്തമായി പറയുന്നു. അവൻ ഉപദേശിക്കുന്നവനായിരുന്നു. കാരണം അന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി തെറ്റുകൾ ഉണ്ടായിരുന്ന സമയം, ഇവിടെ ശരിയെന്നറിയാമത്ത സമയം, എല്ലാവരും ന്യായപ്രമാണം വിശ്വസിച്ച് തെറ്റേത് ശരിയേത്, ഞങ്ങൾ ചെയ്യുന്ന പാപമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പിന്നാലെ നടക്കുന്ന ഒരു ജനത്തോടാ അവൻ ഉപദേശിക്കുന്നേ. ഹല്ലേലൂയ. എൻ്റെ ഒപ്പം വരുന്നവനെ ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്ന കർത്താവ്. ഹല്ലേലൂയ. ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം ദുഃഖത്തോടെ, സങ്കടത്തോടെ, വ്യസനത്തോടെ, ഹല്ലേലൂയ, ഇന്ന് ഇതിനകത്ത് ഹാളിൽ കടന്നു വന്നിരിക്കുന്ന, ഈ വചനം കേൾക്കുന്ന നിങ്ങളിലുമുണ്ട് ദുഃഖത്തോടെ ആയിരിക്കുന്ന. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ടാകാം, ഭാരങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിയവരുണ്ടാവാം. അങ്ങനെയുള്ള ഒരു സമൂഹം അവിടെ കടന്നു വരുമ്പോൾ അവിടെ ഉപദേശിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവിടെ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് പറയുക, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം. ഹല്ലേലൂയ. ആ കടലിൽ വർക്ക് ചെയ്യുന്ന, കടലിൽ വേല ചെയ്യുന്നവരോടാ പറയുന്നേ, നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുവാൻ. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വല കഴുകിക്കൊണ്ടിരിക്കുന്നവരോട്, ഹല്ലേലൂയ, വല കഴുകി. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയേ, കടലിൽ ഇറങ്ങി വല ഇറക്കി ആ വല തിരിച്ച് കയറ്റുവാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. അന്നൊന്നും മോട്ടോർ സംവിധാനമില്ല. കൈക്ക് അമരം തുഴഞ്ഞ അങ്ങകത്തേക്ക് പോകണ്ടേ, ഉൾക്കടലിലേക്ക് പോയി വല ഇറക്കി. ഇന്നത്തെ പോലെ ഒരു സൗകര്യമില്ല. കടലിൽ മുങ്ങിയ വല വലിക്കുന്നത്. ഹല്ലേലൂയ. ആ കടലിൽ കിടന്ന് ഇത്രയും വലകൾ വലിച്ചു കയറ്റി വന്ന് ഇവർ വല അടുക്കി അതിൽ പൊട്ടലുണ്ടോ തെറ്റലുണ്ടോ എന്ന് നോക്കി തുന്നി ചേർത്ത് ആ വല കഴുകി നാളേക്കായി വൃത്തിയാക്കി മടക്കിക്കൊണ്ടിരിക്കുന്നു. അവരോടാ യേശു പറയുന്നേ, നീ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവനത് കേട്ടു. യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് പലരോടും പറയുക, നിങ്ങൾ ഇറങ്ങൂ, ഉറക്കം മതി, ഉറങ്ങിയത് മതി. നീ ഇന്നലെ വരെ ഉറങ്ങിയ അവസ്ഥയായിരുന്നു, നീ പ്രയോജനപ്പെടുവാനുള്ളതാ. നിന്റെ ഉറക്കം കുറച്ചോ, നീ ഉറക്കം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആ പ്രബലബൂഢക്ഷാര ശക്തിയോടെ നീ ചില അഭിഷേകമുള്ള തലമുറകളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴുകിയത് മതിയെന്നാ പറഞ്ഞേ. കഴുകി വല മടക്കുന്നത് മതി. ആ വലയെടുത്ത് നീ ഇറങ്ങിക്കോ. നിന്നോട് തന്നെയാ പറയുന്നേ, നീ മടിച്ചിരുന്നത് മതി, ഞാൻ നാളെ പോകാം, അല്ലെങ്കിൽ നാളെ ആകാം. നമ്മളെല്ലാം അങ്ങനെയാ. ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കും. ഹല്ലേലൂയ.
യേശുവിനെന്താ അവർക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നോ? അപ്പം ഞങ്ങൾ ഇന്ന് ഒത്തിരി അധ്വാനിച്ചു, രാവിലെ മൊത്തം കഷ്ടപ്പെട്ടു, ആ വെളുപ്പാൻ കാലം മൊത്തം കഷ്ടപ്പെട്ടു, ഞങ്ങൾ തളർന്ന് വന്നായിരിക്കുന്നു, കഷ്ടപ്പെട്ടിട്ടും ഒന്നും കിട്ടിയില്ല, ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു. ഹല്ലേലൂയ. നമ്മൾ പലരും അങ്ങനെ പറയുന്നേ. ഇന്ന് പോകാം, സഭയിൽ പോകാമെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കാലുവേദന, ഇന്നൊരു കാലുവേദനയാണ്, ഇന്ന് ഇതിനകത്തിരിക്കാം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പകല് മുഴുവൻ കഷ്ടപ്പെട്ടതാ, ആ വെളുപ്പാങ്കാലം മൊത്തം ആ കടലിനകത്തെ കാറ്റും കോളിലും കിടന്ന് ആ ഉപ്പ് വെള്ളം കുടിച്ചു എന്ന് തന്നെ പറയണം. കാരണം അതിനകത്ത് ഇറങ്ങാൻ വളരെ പാടാ. ആ വല കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റിയവരാ. എന്തുമാത്രം ബുദ്ധിമുട്ട് നോക്കിയേ, എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് അവനെ അതിലേക്ക് നോക്കിയേ. അവരോടാ യേശു പറയുന്നേ, അവരൊരു മടിയും കൂടാതെ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറായി. യേശുവിൻ്റെ വാക്ക് കേട്ട് അവർ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഒന്ന് പറയട്ടെ, അവിടെ എവിടെ എന്തൊക്കെ ഉണ്ടെന്ന് യേശുവിനറിയാം. ഹല്ലേലൂയ. ഒരു സന്ദർഭം കൂടി പറഞ്ഞുകൊണ്ട് ബാക്കിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 21:4-7 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കരയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. യേശു കടന്നു വന്നിരിക്കുന്നു, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. അവർ പടകിൻ്റെ വലത്തു ഭാഗത്ത് വല ഇറക്കുവാൻ പറയുന്നു. വല ഇറക്കിയപ്പോൾ വല നിറഞ്ഞുവെന്നാ പറയുന്നേ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, ആ യേശുവിന് എവിടെ എന്തുണ്ടെന്നറിയാം. ഹല്ലേലൂയ. എവിടെ എങ്ങനെ ഉണ്ടെന്നറിയാം, എവിടെയാണെന്നറിയാം. ഹല്ലേലൂയ. ആ യേശു പറഞ്ഞത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ നിറയും. ശൂന്യമായതിനെ നിറയ്ക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അതെ, അവർ ആഴത്തിലിറങ്ങി വല ഇറക്കിയത് കൊണ്ട്, യേശുവിൻ്റെ വാക്ക് കേട്ടത് കൊണ്ട് ആ വല നിറഞ്ഞുവെന്നാ പറഞ്ഞ്. വലിച്ചു കയറ്റുവാൻ കഴിയാത്തിടത്തോളം വലയിൽ മീനുകളെ കൊണ്ട് നിറഞ്ഞു. നീ ശക്തിയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, ഇതിനകത്തോട് നീ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിറയുമെന്നാ പറയുന്നത്. ഈ ഒഴിഞ്ഞു കിടക്കുന്നതൊക്കെ നിറയും. ചെറിയ കൂട്ടമാ 2 പേർ കൂടെ പോയി. ഹല്ലേലൂയ. ചെറിയ കൂട്ടമായി ഇറങ്ങി അധ്വാനിച്ച് വലിച്ചു കയറ്റുവാൻ കഴിയാതെ കൂടെ നിന്നവരെയും കൂട്ടി വിളിക്കുന്ന അനുഭവം, കൂടെ നിൽക്കുന്നവരെയും എഴുന്നേൽപ്പിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റാലേ ഈ വല പിടിച്ചകത്ത് കയറ്റുവാൻ കഴിയത്തുള്ളൂ. നീ എഴുന്നേൽക്കണം. ഞാൻ മാറി നിൽക്കണ്ട, എല്ലാവരും വന്നിട്ട് ഞാൻ എഴുന്നേൽക്കാമെന്നല്ല. നീ ഇന്നേ എഴുന്നേറ്റോ, നീ ഉറങ്ങിയത് മതി. നീ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇതാരോടൊക്കെയുള്ള ദൂത? നീ മടിച്ചിരുന്നത് മതി, ഞാൻ നാളെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരും വരുമ്പോൾ ചെയ്യാം, ഇന്ന് ഇത്ര പേരല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര കൂട്ടമല്ലേ ഉള്ളൂ, ആരെ കേൾക്കാനാ, ആരെ കാണാനാ? ആരും കേൾക്കണ്ട. നിന്നെ കാണുന്ന ഒരു ദൈവം നിന്നോടൊപ്പമുണ്ട്. ആരും കേൾക്കണ്ട. നിന്റെ നാവിനെ ബലപ്പെടുത്തുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്നോട് മടിച്ചിരുന്നത് മതി. ആ ചൂരച്ചെടിയുടെ ചൂട്ടിൽ നീ ഉറങ്ങിയത് മതി. എഴുന്നേറ്റോ, പോ എന്ന് തള്ളിവിടുന്ന ഒരു ദൈവം നിന്നോടൊപ്പം ഇരിക്കുക. അവൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ ചെയ്തോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഈ അവസ്ഥകൾക്കൊരു മാറ്റം വേണം. ഹല്ലേലൂയ. ഇതിനകത്ത്, ഈ ദേശത്ത് ഒരു സുവിശേഷത്തിന്റെ വേല ഉയരണം. ഹല്ലേലൂയ. ശക്തിയോടെ മടിച്ചിരിക്കാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവർ അങ്ങനെ ചെയ്തപ്പോൾ അതാ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു, വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ ഹല്ലേലൂയ സഹായിപ്പാൻ മാടി വിളിച്ചു.
കഴിയുന്നില്ല. വല നിറഞ്ഞുപോയി, വലിച്ചു കയറ്റുവാൻ കഴിയുന്നില്ല. കൂടെ പടകിലുള്ളവരെയും കൂടി ചേർത്ത് വിളിക്കുക, വരണമേ വരണമേ മാടി വിളിക്കുക. വല നിറഞ്ഞു. ഹല്ലേലൂയ. കാരണം അവർ വിളിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? അവർക്ക് അവിടെ അധ്വാനിച്ചാലേ, അവർക്ക് മീൻ കിട്ടിയാലേ അന്നത്തെ കരം കൊടുക്കുവാൻ കഴിയൂ, അന്നത്തെ ഉപജീവന മാർഗങ്ങൾ നടന്നു പോകൂ, അന്ന് അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒത്തിരി പേർ കൂലിക്കാരുണ്ട്. ആ കൂലിക്കാർക്ക് വേതനം കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് നിറയണം, വല നിറഞ്ഞാലേ അതിനകത്തിരിക്കുന്നവർ കൂലി കൊടുക്കുവാൻ കഴിയൂ, ആ ഭവനങ്ങൾക്കകത്ത് ഭക്ഷണം എത്തത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ചിന്തിക്കണേ, സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ വിഷമിച്ച് രാവിലെ പിറുപിറുത്ത് കൊണ്ടായിരിക്കും അവിടെ അതിനകത്തായിരുന്നേ. പിറുപിറുത്തുകൊണ്ട് ഞാൻ രാവിലെ മൊത്തം കഷ്ടപ്പെട്ടു, എൻ്റെ ശരീരം മൊത്തം വേദനിച്ചു, ഒന്നും കിട്ടിയില്ല. പിറുപിറുത്ത് സങ്കടത്തോടെ പരസ്പരം പറഞ്ഞിരുന്നിടത്താണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നിറഞ്ഞുവെന്നാ പറയുന്നേ. ഹല്ലേലൂയ. അതെ, വള്ളം മുങ്ങാറായി. ആ വള്ളം മുങ്ങുവാറോളം മീൻ പിടിച്ച് കരയ്ക്ക് കയറ്റുന്ന അനുഭവം. ഹല്ലേലൂയ. മീൻ പിടിച്ച് കരയ്ക്ക് കയറ്റി ആ വള്ളത്തിലേക്ക് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് പിടിച്ച് കയറ്റുന്ന അനുഭവം. കാരണം ഇല്ലെങ്കിൽ വല കീറിപ്പോവും. 1-2 പേർ ബലം പിടിച്ച് വലിച്ചാൽ വല കീറിപ്പോവും. ഒന്നിച്ച് പിടിച്ചപ്പോൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ ആ വള്ളത്തിനകത്ത് എല്ലാം കയറ്റുവാൻ കഴിഞ്ഞു. നീ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ഒന്നിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഒന്നുപോലും ചോർന്നു പോകാതെ, വന്ന് ചേരുന്ന ഒന്നുപോലും ചോർന്നു പോകാതെ അഭിഷേകത്തോടെ, ബലത്തോടെ, ശക്തിയോടെ ഒന്നിച്ചു നിന്ന്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, നമുക്കിടയിൽ ഇന്നൊരു ഭിന്നതയുണ്ടെങ്കിൽ, പരസ്പരം പിരിവിറുപ്പുണ്ടെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ, ചിലതിനെ വലിച്ചു കയറ്റാനുള്ള ശക്തി നിന്റെ മേൽ പകരും. ഇന്ന് ഈ പിറുപിറുത്ത് കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ മാറുമെന്നാണ് പറയുന്നേ. പിറുപിറുത്ത് കൊണ്ടിരുന്നാൽ, പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ വല പിടിക്കാൻ കഴിയുകയില്ല. അവൻ പിടിക്കും, ഇവൻ പിടിക്കും, അല്ലെങ്കിൽ അവർ പിടിക്കുമെന്ന് പറഞ്ഞ് പരസ്പരം മാറിയാൽ വലയിലകപ്പെട്ടതെല്ലാം കടലിൽ തിരിച്ചു പോകും. ഒന്നിച്ച് നിന്ന് പിടിച്ചാലേ, ഒരുമിച്ച് കരം കോർത്ത് പിടിച്ചാലേ, ഒരേ ശക്തിയോടെ, ഒരേ അഭിഷേകത്തോടെ ഒന്നിച്ച് പിടിച്ചാലേ ഒന്നുപോലും ചോർന്നു പോകാതെ നിന്റെ വലയ്ക്കകത്ത്, നിന്റെ കരത്തിനകത്ത് തന്നതിനെ ഇതിനകത്ത് കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒന്നുപോലും ചോർന്നു പോകത്തില്ല എന്നാ പറയുന്നേ. നിന്റെ കൈക്കകത്ത് അവൻ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ അടുക്കൽ അവൻ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നുപോലും ചോർന്നു പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ളതിനെ ഇതിനകത്ത് നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. അതെ, ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവനെ തന്നെ ചിന്തിക്കുക. കാരണം അവൻ എന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ. അവൻ എടുത്തു ചാട്ടക്കാരനായിരുന്നു. പെട്ടെന്നൊരു ദേഷ്യം വന്നാൽ കൂടെ നിൽക്കുന്നവർ തല്ലുന്നവനാ. സഹോദരനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തു ചാടി തല്ലുന്നവൻ. ഒന്ന് രണ്ടാമത് ചോദിക്കത്തില്ല. എടുത്തു ചാട്ടക്കാരെന്ന് വചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. എടുത്തു ചാട്ടക്കാരനായ, മുൻ ദേഷ്യക്കാരനായ, മുൻ കോപിയായ ശിമോൻ പത്രോസ് പറയുക, ഞാൻ പാപിയാണ് അപ്പനെ, ഞാൻ പാപിയാണ്. നീ ഇന്ന് പറഞ്ഞോ, ഞാൻ പാപത്താലാണ് നിൽക്കുന്നത്, ഞാൻ പാപത്തിൽ ചവിട്ടിയാ നിൽക്കുന്നത്, പാപത്തിന്റെ രക്തത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അത് കഴുകുവാൻ നീ തയ്യാറാണെങ്കിൽ, അത് വിടുവാൻ നീ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ. അതെ, ആ പത്രോസിനെ വിളിച്ചതുപോലെ നിന്നെയും വിളിക്കുകയാ. ഹല്ലേലൂയ. ആ പത്രോസിനോട് പറയുക, നീ ഭയപ്പെടേണ്ട. ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. ഹല്ലേലൂയ. ഇന്നായിരിക്കുന്ന ഇതിനെയൊക്കെ നീ വിട്ടോ. നിന്റെ പിന്നിലുള്ള ലാക്കിനെയൊക്കെ നീ ഉപേക്ഷിച്ചോ. നീ ചവിട്ടിയ പാപങ്ങളെല്ലാം വിട്ടോ. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോ. അവസ്ഥകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോ.
അപ്പാ കുറവുകൾ വന്നുപോയി, എൻ്റെ മേൽ കുറവുകൾ വന്നുപോയി. ഞാൻ പിറുപിറുത്തു, പലപ്പോഴും പിറുപിറുത്തു. തന്നതിനെ ഓർത്തും തരാത്തതിനെ ഓർത്തും കുറഞ്ഞു പോയതിനെ ഓർത്തും ഞാൻ പിറുപിറുത്തു, പരസ്പരം പിറുപിറുത്തു. അപ്പാ പാപിയായ മനുഷ്യനാ, പാപത്താലാ നിൽക്കുന്നേ. ഒത്തിരി പാപങ്ങൾ ചെയ്തു പോയി, ഒത്തിരി തെറ്റുകൾ ചെയ്തു പോയി. അപ്പാ എന്നെ 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 ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ആ പത്രോസ് വീഴുന്നത് പോലെ പരസ്പരം ഏറ്റു പറഞ്ഞ് ആ മുട്ടു മടക്കി അവന്റെ കാൽ കീഴിൽ വീഴുമെങ്കിൽ ഹല്ലേലൂയ, നിന്നോട് അവൻ കൽപ്പിക്കും, നിന്നോട് അവൻ പറയും, ചിലതിനെ പിടിക്കുവാനുള്ള അഭിഷേകം തരാമെന്നാ പറഞ്ഞ്. ഹല്ലേലൂയ. അതെ, എടുത്തുചാട്ടക്കാരനായിരുന്ന പത്രോസ്. ഹല്ലേലൂയ. പത്രോസിനെ കുറിച്ച് ഒത്തിരി പറയുവാനുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ അവൻ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ യേശുവിനെ കുറിച്ച് അറിയുവാൻ തിടുക്കമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. എവിടെ യേശുവുണ്ടോ അവിടെ പത്രോസ് കൂടെ നടക്കുമായിരുന്നു. എന്ത് ചോദ്യം വന്നാലും ചാടി എഴുന്നേറ്റ് ഉത്തരം പറയുന്നവനായി, ചാടി എഴുന്നേൽക്കുന്നവൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, നമുക്ക് എഴുന്നേൽക്കണം, നമുക്ക് എഴുന്നേൽക്കാനുണ്ട്. ചില പത്രോസുമാർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കണം. ചാടി എഴുന്നേൽക്കുന്നവൻ, ചാടി എഴുന്നേൽക്കുന്ന പത്രോസുമാർ ഉണരണം. ഉറങ്ങിയിരിക്കുക. ചില പത്രോസുമാർ ഉറങ്ങിയിരിക്കുക, വല കഴുകി മടിച്ചുറങ്ങിയിരിക്കുക, വല കഴുകി ഒതുക്കിക്കൊണ്ടിരിക്കുക. മതി മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റോ, ചാടി എഴുന്നേറ്റോ, അഭിഷേകത്തോടെ ചാടി എഴുന്നേറ്റോ. നിന്റെ മേൽ ആ കരത്തിന്മേൽ ആ അധികാരത്തിന്റെ ശക്തി പകരുക, ആ ചെങ്കോൽ തരിക. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. അതെ, അവൻ ചാടി എഴുന്നേറ്റത് കൊണ്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ പത്രോസിനെ ഏൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പത്രോസിനെ ഏൽപ്പിച്ചു. യേശു ആ കടൽക്കരയിൽ പോകുമ്പോൾ പത്രോസിന്റെ ഭവനത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പത്രോസ് നിന്നതുകൊണ്ടാ, എഴുന്നേൽക്കാൻ പറഞ്ഞതുകൊണ്ടാ, അവൻ വിട്ടിട്ട് വന്നതുകൊണ്ടാ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. അവൻ മാത്രമല്ല, പത്രോസ് മാത്രമല്ല, ആ വള്ളവും, ഹല്ലേലൂയ, വള്ളവും അനുഗ്രഹിക്കപ്പെട്ടു. പത്രോസ് ഇന്ന് വള്ളവും അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന നിന്റെ ഭവനവും അനുഗ്രഹിക്കപ്പെടും, നിന്റെ ദേശവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യേശു ചെന്നപ്പോൾ ഗലീല ഉയർന്നു. ഹല്ലേലൂയ. വള്ളം ഉയർന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ പേര് ഉയർന്നു. ഹല്ലേലൂയ. ഓ ഗ്ലോറി ജീസസ്. അതെ, ആ വള്ളത്തിലാ യേശു ഉപദേശിക്കുവാനായി യാത്ര ചെയ്തുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. നീ മാത്രമല്ല ഉണരുന്നേ, നീ നിൽക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്തായി ഇരിക്കുന്നതും ഉണരും. നിന്റെ ദേശം നിന്റെ മഹത്വം അറിയും. ഹല്ലേലൂയ. നിന്റെ ദേശം അറിയും, യേശുവിന്റെ മഹത്വം നിന്നിലൂടെ അറിയും. ഹല്ലേലൂയ. നിന്റെ അവസ്ഥയൊക്കെ മാറും. ഹല്ലേലൂയ. യേശു പത്രോസിനോട് പറയുക, നീ പത്രോസാകുന്നു. ഹല്ലേലൂയ. ഈ പാറമേൽ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച്, ഒരു സഭയെ പണിയുമെന്ന് പത്രോസിനോട് വാഗ്ദത്തം ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. ഒരു പാതാള ഗോപുരങ്ങളും അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ മേലൊരു അഭിഷേകത്തെ പകരുക. നീ പത്രോസാകുക. നീ ഇന്ന് ഒരു സഭയെ പണിയും. ഹല്ലേലൂയ. അഭിഷേകമുള്ള ഒരു കൂട്ടത്തിനെ വളർത്തുന്ന ഒരു സഭ, അഭിഷേകമുള്ള ഹാറബലഭൗഷസി. വീണ്ടും പറയട്ടെ, ദേശത്തിൽ പട്ട് കിടക്കുന്നതിനെ നനച്ചു കൊണ്ടുവരുന്ന, നനച്ചു പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകമാണ്. പട്ട് ഉണങ്ങി വരണ്ട് കിടക്കുക, വെറിയടിച്ച് വേനൽ കൊണ്ട് സൂര്യാഘാതമേറ്റ് ഉണങ്ങി വരണ്ട് കിടക്കുക, ഉണങ്ങി വറ്റി കിടക്കുന്നതിനെ തളിച്ച് തിളിർത്തി കൊണ്ടുവരുന്ന അധികാരത്തെ പകരുക. ഹല്ലേലൂയ. ഒരു അഭിഷേകത്തെ പകരുക. ഇത് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഇരുന്ന് താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, എന്നോട് അങ്ങ് സംസാരിച്ചതുപോലെ, ആമേൻ കർത്താവേ, എന്നിലൂടെ കർത്താവേ, അപ്പാ, ഒരു തലമുറ ഈ ദേശത്തിൽ നശിച്ച്, ആമേൻ കർത്താവേ, ആർക്കും വേണ്ടാതെ നിന്ദയായി, പരിഹാസമായി, ഹല്ലേലൂയ, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപദ്രവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ, ഹല്ലേലൂയ, ആർക്കും വേണ്ടാതെ വഴിയിൽ കിടക്കുന്ന തലമുറ, സ്വബോധമില്ലാതെ
വ്യക്തിബന്ധമെന്നറിയാതെ, എവിടെ ഉറങ്ങണമെന്ന്, എന്ത് ചെയ്യണമെന്നറിയാതെ, ദേശത്തിൽ പലയിടങ്ങളിലായി പരതി കാടുകളിലും മേടുകളിലും ഓടി നടക്കുന്ന, ഒന്നിനും കൊണ്ട് പ്രയോജനമില്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന തലമുറകളെ അപ്പാ, ഒത്തിരി പേരുടെ കണ്ണീരുകളെ മാറ്റുവാൻ തക്കവണ്ണമുള്ള അഭിഷേകത്തെ പകരണമേ കർത്താവേ. ഒത്തിരി മാതാപിതാക്കൾ കരയുന്നുണ്ടപ്പാ, തലമുറകളെ ഓർത്ത് അപ്പ കരയുന്നു. കണ്ണുനീരോടെ ആയിരിക്കുന്ന അപ്പനെ, അപ്പാ എനിക്ക് തന്ന തലമുറ ഈ ദേശത്തിനും പ്രയോജനമില്ലാതെ, അപ്പനും പ്രയോജനമില്ലാതെ നശിച്ചു കൊണ്ടിരിക്കുന്ന അപ്പാ, ഒന്ന് തൊടയണമേ അപ്പനെ, ഒന്ന് സന്ദർശിക്കണമേ എന്ന കണ്ണുനീരോടെ ആയിരിക്കുന്ന കർത്താവേ. അപ്പാ, ഒരു അധികാരത്തെ പകരണമേ കർത്താവേ. എൻ്റെ മേലൊരു അഭിഷേകത്തെ പകരണമേ അപ്പാ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഒരു അധികാരം പകരുക, ഒരു അഭിഷേകത്തെ പകരുക, നട്ട് നനച്ച് പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകം. നീ ഉറങ്ങിയത് മതി. വീണ്ടും പറയുക, ഉറങ്ങിയത് മതി. നീ ഉണർന്നോ. നീ തണൽ കൊണ്ട് ഇന്ന് വരെ ആയിരുന്നു. നീ ഉണരുവാനുള്ള സമയമായി. പ്രിയജനത്തെ അടിനി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു അഭിഷേകത്തെ പകർന്നാട്ടെ, ഒരു അധികാരത്തെ പകർന്നാട്ടെ. വല വലിച്ച് കയറ്റുവാനുള്ള അധികാരം, വല ബലത്തോടെ പിടിച്ചുകൊണ്ടുള്ള അധികാരം. ദീപലബൗഡ പൈരക്താരവ ദീപലബൗഷസ്തി. ആമേനർത്താവേ, ഒന്നിച്ചു നിന്ന് പരസ്പരം കുറ്റം പറയുന്നവരല്ല, പരസ്പരം ഭിന്നിക്കുകയല്ല. ഒന്നിച്ചു നിന്ന് അഭിഷേകത്തോടെ കരം കോർത്ത് ഋകാലകടകര വൈരക്താര ജൂഢബലബല ദീപലബൗഷസ്യ. ഹല്ലേലൂയ. പരസ്പരം ഉണ്ടാകുന്ന ഭിന്നതകൾ നീങ്ങിപ്പോകട്ടെ, കുത്തുവാക്കുകൾ നീങ്ങിപ്പോകട്ടെ, കണ്ണുനീരുകൾ മാറിപ്പോകട്ടെ. പ്രിയജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ കർത്താവേ. പത്രോസ് എഴുന്നേറ്റപ്പോൾ ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. പത്രോസ് ഉണർന്നപ്പോൾ ഹല്ലേലൂയ ആ വള്ളം അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ കർത്താവേ. ഇതിനകത്തായിരിക്കുന്ന പത്രോസുകളെ തട്ടി ഉണർത്തണമേ. ആ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ആ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. രക്തത്താലും വചനത്താലും പ്രിയജനത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിനെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.